എവിടെ അയ്യോ ഉദ്ഘാടകൻ നമ്മുടെ MP ഡോക്ടർ ശശി തരൂർ, നമ്മുടെ സെക്രട്ടറി സന്തോഷ് കുമാർജി, ബഹുമാനപ്പെട്ട കൗൺസിലർ നമ്മുടെ സഹോദരൻ ശ്യാം, PSC മെമ്പറും നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കായിക്കൽ ബാബു സാർ, ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷാധികാരിയും കാരണവുമായ ജ്യോതികുമാർ സാർ, അലോട്ടീസ് അസോസിയേഷൻ സെക്രട്ടറി സുബേർ സാഹിബ്, PRAയുടെ സെക്രട്ടറി വിജയൻ, PPD ഫ്ലാറ്റിന്റെ പ്രസിഡന്റ് പരമേശ്വരൻ നായർ സാർ, ഈ വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങൾ. നമ്മൾ കഴിഞ്ഞ 33 വർഷങ്ങൾക്ക് മുമ്പാണ് പണ്ഡിറ്റ് കോളനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന മഹത്തായ സംഘടന രൂപീകരിച്ചത്. 33ാം വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പാർലമെന്റ് അംഗം ശശി തരൂർ സാറിന്റെ സാന്നിധ്യം ഈ വൈകുന്നേരത്തെ മഹത്വപൂർണ്ണമാക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ, വ്യക്തിപരമായും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ തലസ്ഥാന നഗരിയിൽ ആദ്യകാല റെസിഡന്റ് അസോസിയേഷനിൽ ഒന്നാണ് പണ്ഡിറ്റ് കോളനി റെസിഡന്റ് അസോസിയേഷൻ. 33 വർഷമായി തലസ്ഥാന നഗരത്തിൽ മാതൃകാ റെസിഡന്റ് അസോസിയേഷനായി മുന്നേറുകയാണ്. ഈ സംഘടനയുടെ ഭാഗമായ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നഗരത്തിന്റെ വളർച്ചയ്ക്കും വികസനത്തിനും സാക്ഷികളായി നമ്മുടെ അസോസിയേഷനെ സംരക്ഷിക്കുകയും ഐക്യത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്ത മഹാരഥന്മാരായ മഹത് വ്യക്തികളെ നമ്മൾ സ്മരിക്കേണ്ടതുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കാരണം അവർ കാലങ്ങളായി അവർ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഈ സ്ഥാപനം, ഈ സംഘടന പടുത്തുയർത്തിയതാണ്. ആ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് വെള്ളം കിട്ടാതെയും വളരെ ബുദ്ധിമുട്ടുകളും സഹിച്ച് അതിന്റെ പേരിൽ വളരെ യുവാക്കളായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മരണപ്പെട്ടു പോയി. അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നവർ കുറച്ചവരുണ്ട്. അവർക്ക് ദൈവം, ഈശ്വരൻ ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷന്റെ തൊട്ടടുത്ത് ഈ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഈ തൊട്ടടുത്ത വീടെന്ന് പറയുന്നത് നമ്മുടെ മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ സാറിന്റെ വീടാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട എന്റെ ചെയർമാനായിരുന്ന ലെനിൻ രാജേന്ദ്രൻ ഫിലിം ഡയറക്ടർ, അറിയപ്പെടുന്ന ഡയറക്ടറാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നമ്മുടെ മലയാളത്തിന്റെ മഹാധനൻ മുരളി സാറിന്റെ വീടുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഈ അസോസിയേഷൻ ഉണ്ടായിരുന്നു എന്ന വിവരം ഇതിനെ അറിയിച്ചു കൊള്ളുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരമായി കാണുന്ന കഴിച്ചാൽ പരസ്പരം കണ്ടാലും അറിയില്ല, കണ്ടാലും സംസാരിക്കാറില്ല. എന്നാൽ അതിനെല്ലാം വിപരീതമായ രീതിയിൽ ഇവിടെ വളരെയധികം സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും കഴിയുന്ന മാതൃകാ അസോസിയേഷനാണ് പണ്ഡിറ്റ് കോളനി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നത് വളരെയധികം അഭിമാനമുണ്ട്. കാരണം എല്ലാ വീടുകളും, നമുക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും വ്യക്തിപരമായി അറിയാം. സാധാരണഗതിയിൽ ഒരു തലസ്ഥാന നഗരിയിൽ നമ്മൾ എവിടെ പോയാലും പരസ്പരം വീടുകളോ പരസ്പരം കണ്ടാൽ അറിയുകയോ ചെയ്യാത്ത സാഹചര്യമാണ്. നമുക്ക് നമ്മുടെ ഈ പരിസരങ്ങളെല്ലാം അറിയാവുന്നതിന് വലിയൊരു കാര്യമാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ ഇന്ന് നമ്മുടെ ജീവിത രീതികളും കുടുംബ ബന്ധങ്ങളും അസാധാരണമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ വീട്ടിൽ താമസിക്കുന്നവർ പരസ്പരം സംസാരിക്കാത്ത സാഹചര്യമാണെന്നുള്ളത്. ടിവിയുടെ മുന്നിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലും അല്ല മൊബൈലിന്റെ മുന്നിലും മുഖം താഴ്ത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടുംബ ബന്ധങ്ങൾ കാലത്തിനനുസരിച്ച് വളരുകയും സൃഷ്ടിപരമാവുകയും വേണം. ഡിജിറ്റൽ പ്രപഞ്ചം നമുക്ക് പ്രയോജനപ്രദമാണ്. പക്ഷേ അതിന്റെ അടിമകളാകാതെ കുടുംബത്തിന്റെ ഭാവിയെ കൂടുതൽ ഉജ്ജ്വലമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു മൊബൈൽ സ്ക്രീൻ അല്ല, മറിച്ച് മനസ്സിനോട് മനസ്സ് ചേർന്ന് സംസാരിക്കുന്ന കുടുംബമായി യഥാർത്ഥ കുടുംബം മാറണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുകയാണ്. ഞാൻ ഡോക്ടർ ശശി തരൂർ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ കാരണം, ഞാൻ ഓരോ വീട്ടിൽ ചെന്ന് ഞാനും ബഹുമാനപ്പെട്ട സെക്രട്ടറിയും ട്രഷററുമായി ഈ അസോസിയേഷന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ഘാടകനാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവും അഭിമാനത്തോടെയും എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എന്നാൽ അവർ തന്നെ പറഞ്ഞു,
അദ്ദേഹം ഈ 4 ടേമായി മത്സരിക്കുന്നു. എന്തൊക്കെയാണ് വികസന പദ്ധതികൾ ഇലക്ഷൻ സമയത്ത് പറഞ്ഞിട്ട് പോയതാണല്ലോ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഴിക്കുട്ടം ബൈപ്പാസ്, അന്ന് പേപ്പറിൽ മാത്രം ഉണ്ടായിരുന്ന ബൈപ്പാസ്, അന്ന് ചാൾസ് സാറാണ് ചാൾസ് സാറിന്റെ കാലത്ത് 40 വർഷങ്ങൾക്ക് മുമ്പ് ചാൾസ് സാറിന്റെ കാലത്താണ്. ഇന്ന് ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിന് പിന്നിൽ ബഹുമാനപ്പെട്ട ശശി തരൂർ സാറിന്റെ കരങ്ങളാണ്. അത് കഴിക്കുട്ടം മുതൽ കാരോട് വരെയാണ്. അത് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ബൈപ്പാസ് എന്ന് പറയുമ്പോൾ കഴിക്കുട്ടം മുതൽ കാരോട് കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയി പറയാം ഇത് വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് പറയാം. ഇതല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് വെട്ടോട് മുതൽ പാറശാല വരെയാണ്. അപ്പം അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. ഇപ്പൊ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, അത് മാത്രമല്ല, നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ എവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്? നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ സീനിയർ ആൾക്കാരാണ്. നമ്മൾ വഞ്ചൂരാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പാസ്പോർട്ടിന്റെ ആധുനിക സംവിധാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 4 ഇവിടെ നെയ്യാറ്റിങ്ങനെ ആധുനിക സംവിധാനങ്ങൾ രൂപീകരിച്ചു. അതിലുപരി വിഴിഞ്ഞം പോർട്ട് യഥാർത്ഥത്തിൽ ശശി തരൂരിന്റെ ഇതെന്ന് പറയുന്ന നിസ്സാര കാര്യമാണ് പറയുന്നത്. കാരണം ഇത് ആരും ബിഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ പല പ്രാവശ്യം മാറ്റിവെച്ച് അത് യാദൃച്ഛികമായ അദാനിയുമായി എയർപോർട്ട് വെച്ച് കാണുകയും ഇതിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് വരികയും ഈ തലസ്ഥാനത്തിന്റെ പ്രതിച്ഛായ മാറ്റുന്ന രീതിയിൽ ഇന്ന് നമുക്ക് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. അതുപോലെ UAE കൗൺസിലേറ്റ് ഉണ്ട് എന്ന് വേണ്ട നമ്മൾ തലസ്ഥാനങ്ങളിൽ പല വികസന പദ്ധതികളും കൊണ്ടുവന്നെങ്കിലും ബഹുമാനപ്പെട്ട MP-ക്ക് കുഴപ്പമുണ്ട്. ഫ്ലെക്സ് അടിച്ച് റോഡുകളിൽ വെക്കാത്തത് കൊണ്ട് ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ ഒരു വികസനം നടക്കുമ്പോൾ എല്ലാവരും ഫ്ലക്സ് അടിച്ച് വലിയ ബഹളം കാണിക്കാറുണ്ട്. അദ്ദേഹം ബഹളം കാണിക്കാറില്ലാത്തത് കൊണ്ട് ഇത് വ്യക്തമായി അറിയാൻ പറയാൻ കാരണം ഞാൻ ഓരോ വീട്ടുകളിൽ ചെന്നപ്പോൾ അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. അവർ എന്നോട് ചോദിച്ച് ശരി ശശി തരൂർ സാർ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ലോകം അറിയുന്ന ആളാണ്, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നീ സത്യം പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അല്ലാതെ വേറൊന്നുമല്ല. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം വിളക്ക് കത്തിക്കാനായി വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചുകൊള്ളുന്നു.